നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2023 ഡിസംബർ മാസം മുതൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ, നിങ്ങൾ ഏത് ബാങ്കും ആയിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്കുകളോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളോ ഒക്കെ ആയിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് ഈ വാർത്ത നിങ്ങളൊന്ന് മറക്കാതെ ഷെയർ ചെയ്യുക. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, അടിസ്ഥാന വായ്പാ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയം ഡിസംബറിൽ പ്രഖ്യാപിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം SBI അവരുടെ വായ്പാ പലിശ നിരക്ക് കൂട്ടിയതായിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ നിരക്ക് കൂട്ടിയ സാഹചര്യത്തിൽ മറ്റു ബാങ്കുകളും ഉടനെ തന്നെ ഈ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 6.5% നിലനിർത്തിയിരുന്നു. തുടർച്ചയായിട്ടുള്ള 5ാം തവണയാണ് RBI പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്നത്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കാണ് റിപ്പോ. SBIയുടെ പുതിയ നടപടിയിലൂടെ പഴയ ഭവന വായ്പകളുടെ പലിശ നിരക്ക് വീണ്ടും കൂടുന്നതായിരിക്കും. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ലെൻഡിംഗ് റേറ്റ് അഥവാ MCLR അധിഷ്ഠിത പലിശ നിരക്ക് അത് 0.1% വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു വർഷ കാലാവധിയിലുള്ള MCLR നിരക്ക് 8.5% ആയിരുന്നത് 8.6% ആയിരിക്കുകയാണ്. ഓവർനൈറ്റ് നിരക്കിൽ മാറ്റമില്ല. വിപണിയിലെ നിരക്കുകൾക്കനുസരിച്ച് പലിശ നിരക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് നിരക്കിലുള്ള വായ്പകൾക്കാണ് 2016 MCLR നിർബന്ധമാക്കിയിരിക്കുന്നത്. 2019 മുതൽ MCLRന് പകരം ഭവന വായ്പകൾ അടക്കമുള്ള പല വായ്പകളും എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് അധിഷ്ഠിത പലിശ നിരക്ക് അഥവാ EBLR ആശ്രയിച്ചാണ്. അതിനാൽ തന്നെ 2019 ഒക്ടോബറിന് മുൻപ് എടുത്തതും പിന്നീട് EBLRലേക്ക് മാറാത്തതുമായിട്ടുള്ള MCLR അധിഷ്ഠിത വായ്പകൾക്കാണ് പലിശ വർദ്ധിക്കുക. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് UPI അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. UPI ഇടപാടുകളുടെ പരിധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയിരിക്കുകയാണ്. ചില പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സേവനങ്ങൾക്കാണ് പരിധി ഉയർത്തിയിരിക്കുന്നത്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നടത്തുന്ന UPI ഇടപാടുകളുടെ പരിധി അത് 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തിയെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് തുടങ്ങിയ റെക്കറിംഗ് ഓൺലൈൻ ഇടപാടുകളുടെ പരിധി 15,000 നിന്നും 1 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയതായിട്ടും RBI വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കുന്ന റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയിരുന്നും ഇതുവഴി ബാങ്ക് ഇടപാടുകൾ നടത്തുവാൻ സാധിക്കും. UPIയുടെ ജനപ്രീതി ഉയർന്നതോടുകൂടി UAE, ഫ്രാൻസ് തുടങ്ങിയ പല വിദേശ രാജ്യങ്ങളും ഇത് ഇപ്പോൾ നടപ്പിലാക്കിയിരുന്നു. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാന അപ്ഡേറ്റ് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഭവന വായ്പകൾ എടുത്ത് ഒരു വീട് പണിയുകയോ അല്ലെങ്കിൽ ഫ്ലാറ്റ് പണിയുകയോ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണമാണ്. അതൊരു ബാങ്ക് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ബാങ്കോ ആകട്ടെ, വായ്പയ്ക്ക് പകരമായിട്ട് ഒരാളുടെ വസ്തുവകകളുടെ പേപ്പറുകൾ അത് ഈടായിട്ട് നമ്മൾ എല്ലാവരും തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ആധാരം പോലെയുള്ളവ പണയപ്പെടുത്തിയാണ് ഈ തുക വാങ്ങുക. വായ്പ തിരിച്ചടച്ചതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ സമർപ്പിച്ച നിങ്ങളുടെ വസ്തുവിന്റെ രേഖകൾ തിരികെ നൽകാനായിട്ട് ബാങ്കുകളോ അല്ലെങ്കിൽ ധനകാര്യ ഇതര ബാങ്കുകളോ തുടർച്ചയായിട്ട് കാലതാമസം വരുന്നതായിട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ RBIക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ലോൺ എടുത്തയാൾ വായ്പ തുക പൂർണ്ണമായിട്ട് തിരിച്ചടവ് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ഈടായിട്ട് നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റു ചാർജുകൾ നീക്കം ചെയ്യാനും RBI ബാങ്കുകൾക്കും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈടായിട്ട് നൽകിയ ആധാരം പോലെയുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ് 30 ദിവസത്തിനപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5,000 രൂപ നിരക്കിൽ വായ്പാക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും RBI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2023 ഡിസംബർ 1 മുതൽ ഇത്തരം കേസുകൾക്ക് RBIയുടെ പുതിയ നടപടിക്രമങ്ങൾ ബാധകമായിരിക്കും. ചെറുകിട ധനകാര്യ ബാങ്കുകൾ, അതുപോലെ തന്നെ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ ആയിക്കോട്ടെ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ, NBFCകൾ ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും RBIയുടെ ഈ ഒരു നിർദ്ദേശം ബാധകമായിരിക്കും. ഈട് നൽകിയ രേഖകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള ചെലവും വായ്പാ ദാതാക്കൾ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. അത്തരം സന്ദർഭങ്ങളിൽ നടപടിക്രമം പൂർത്തിയാക്കാൻ 30 ദിവസത്തെ അധിക സമയം കൂടി നൽകുന്നതായിരിക്കും. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാവരിലേക്കും ഈ വാർത്ത അറിയിപ്പ് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.